അല്ല ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹോളിവുഡ് സിനിമകളിൽ നിന്ന് പുറത്തു വന്ന കിടിലൻ ആക്ഷൻ സിനിമകൾ ഏതെല്ലാമാണെന്നാണ്. അല്ല, ആ സിനിമകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ സിനിമയാണ് നമ്മുടെ ജോൺ വീക്ക് സിനിമകൾ. എന്തായാലും 4 ഭാഗങ്ങളാണ് ജോൺ വീക്ക് സിനിമകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആ 4 ഭാഗങ്ങളും വേറെ ലെവലായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് പറയാം. എന്തായാലും ഒരു കിടിലൻ സിനിമകളാണ് ഈ 4 സിനിമകളെന്ന് പറയാം. അതുപോലെ തന്നെ ജോൺ വീക്ക് ഫ്രാഞ്ചൈസിയിലെ മറ്റൊരു സിനിമയാണ് ബെല്ലറൈന എന്ന സിനിമ. ഈ സിനിമയിൽ നമ്മുടെ അന ഡി ആർമസ് ആണ് നായികയായി വരുന്നത്. അതിൽ ഇതും കുഴപ്പമില്ലാത്തൊരു സിനിമയാണെന്ന് പറയാം. എന്തായാലും പിന്നീട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് നമ്മുടെ നോബഡി എന്ന സിനിമ. ഈ സിനിമയും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണെന്ന് പറയാം. ഈ സിനിമ 2 ഭാഗങ്ങളായിട്ടാണ് രണ്ട് ഭാഗങ്ങളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സിനിമയുടെ 2ാം ഭാഗം ഈ വർഷമാണ് റിലീസ് ചെയ്തത്. എന്തായാലും ആ 2ാം ഭാഗം അത്യാവശ്യം നല്ലൊരു പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൽ ഇതും ഒരു നല്ല പടമാണെന്ന് പറയാം. അതിൽ പിന്നീട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് നമ്മുടെ എക്സ്ട്രാക്ഷൻ എന്ന സിനിമ. ഈ സിനിമ ഒരു വേറെ ലെവൽ പടമെന്ന് പറയാം. അതായത് ഈ സിനിമയും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ആ 2 ഭാഗങ്ങളും കിടിലനായി വന്നിട്ടുണ്ടെന്ന് പറയാം. ഈ സിനിമയും വേറെ ലെവൽ സിനിമകളാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയ്ഡ് എന്നൊരു സിനിമയുണ്ട്. ഇതും ഒരു ആക്ഷൻ സിനിമയാണ്. ഇതൊരു പക്ക ഒരു ആക്ഷൻ സിനിമയാണെന്ന് പറയാം. നമ്മുടെ കിൽ സിനിമയൊക്കെ പോലെ, ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ കിൽ സിനിമയൊക്കെ പോലെ അതുപോലത്തെ ഒരു സിനിമയാണെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഒരു കിടിലൻ സിനിമയാണെന്ന് പറയാം. പിന്നീട് നമ്മൾ ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കിടിലൻ സിനിമ എന്ന് പറയുന്നത് സിസു എന്ന സിനിമയാണ്. ഈ സിനിമയിൽ നമ്മളൊരു വയസ്സായ ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. എന്തായാലും ഇതും ഒരു വേറെ ലെവൽ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ 2 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. സിനിമയുടെ ആദ്യത്തെ പാർട്ട് വേറെ ലെവൽ പടമായിരുന്നു. എന്തായാലും സിനിമയുടെ 2ാം ഭാഗം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ മാസമാണ് സിനിമയുടെ 2ാം ഭാഗം റിലീസ് ചെയ്തത്. അതും വേറെ ലെവൽ പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. മറ്റൊരു സിനിമയാണ് കിൽ ബിൽ എന്ന സിനിമ. ഈ സിനിമയിൽ ഒരു ലേഡിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഈ സിനിമയിൽ 2 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. ഈ സിനിമയും കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണെന്ന് പറയാം. ഇത് വയലൻസ് നിറഞ്ഞൊരു സിനിമയാണെന്ന് പറയാം ഈ ഒരു സിനിമ. എന്തായാലും ഇതും ഒരു നല്ലൊരു സിനിമയാണെന്ന് പറയാം. സിനിമയുടെ ആദ്യ ഭാഗമെല്ലാം വേറെ ഒരു ലെവൽ സിനിമയായിരുന്നു എന്ന് പറയാം. എന്തായാലും ഇതൊക്കെയാണ് കിടിലൻ ആക്ഷൻ സിനിമകൾ എന്ന് പറയാനുള്ളത് ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള. വേറെ ഏതെങ്കിലും സിനിമകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.